ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്ന് അറിയാം. നമ്മൾ ചില ആളുകളെ വല്ലാതെ അങ്ങ് സ്നേഹിക്കും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ടി നമ്മൾ ടൈം കൊടുക്കും, നമ്മളെ ലൈഫ് തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള പരിഗണനയോ സ്നേഹമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അവർ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മളില്ലാതെ അവർക്കും അവരില്ലാതെ നമുക്കും ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. കുറെ കാലം ഇങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതിന്റെ ഒരു ശതമാനം പോലും അവർ നമുക്ക് തിരിച്ചു തരുന്നില്ല. ഒരു രീതിയിലെ പരിഗണനയോ സ്നേഹമോ ഒന്നും തരുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ കുറേ സങ്കടപ്പെടും, നമ്മൾ കുറേ കരയും. പക്ഷെ ആ കരഞ്ഞ് സങ്കടപ്പെട്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന വേറൊരു സ്റ്റേജ്. പിന്നെ ആ ഒരു സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്. സ്നേഹമില്ല, പരിഭവമില്ല, വിഷമമില്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ. ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയ രീതിയിലേക്ക് അവർക്ക് പോകാനോ ആ ഒരു രീതിയിൽ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാനോ അവർക്ക് പറ്റില്ല. മിക്കപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി എന്നറിയുന്ന ആ ഒരു നിമിഷമായിരിക്കും നമ്മളെ ഓപ്പോസിറ്റിലെ ആളുകൾക്ക് നമ്മളെ വാല്യൂ മനസ്സിലാവുന്ന ഒരു ടൈമും കൂടി. എല്ലാം കഴിഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ ആ ഒരു സ്റ്റേജിൽ എത്തിയതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും പഴയ രീതിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. മനുഷ്യന്മാർക്ക് കിട്ടുന്ന ചില അനുഭവങ്ങളിലൂടെ അവരവരെ ക്യാരക്ടറിനെ മാറ്റാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെയാണോ ഫിക്സ് ആയിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് പിന്നെ അവർക്ക് ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല.